തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ മാസങ്ങൾ പഴക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ച ചപ്പാത്തി വിൽപ്പനക്കട പഞ്ചായത്ത് പൂട്ടിച്ചു. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അരിമ്പൂർ ഉഷ സ്റ്റോപ്പിന് സമീപമുള്ള കടക്കെതിരെ നടപടിയെടുത്തത്. ഉടമ അരിമ്പൂർ സ്വദേശിനി ചേന്നാട്ട് രജനിക്ക് 5000 രൂപ പിഴയടയ്ക്കാൻ നോട്ടീസും നൽകി. കടയുടെ പുറകുഭാഗത്ത് വലിയ ടാങ്കിൽ വെള്ളത്തിൽ കുതിർന്ന നിലയിലാണ് കേടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചിരുന്നത്. കടയുടെ ഉൾഭാഗവും വൃത്തിഹീനമായ നിലയിലായിരുന്നുവെന്ന് ആരോഗ്യ വിഭാഗം പറഞ്ഞു. മുൻപ് ഇവരുടെ തന്നെ സമീപത്തുള്ള ബേക്കറിയിൽ ചോക്ലേറ്റിൽ പുഴുക്കളെ കണ്ടെത്തിയതിനെ തുടർന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം പരിശോധന നടത്തി കട പൂട്ടിച്ചിരുന്നു. അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി റെനി പോളിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ ചപ്പാത്തി വിൽപ്പന കട അടപ്പിച്ചത്. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത VS, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സരേഷ് ശങ്കർ, JHAമാരായ റീന, നവ്യ എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് അരിമ്പൂർ പഞ്ചായത്തും ആരോഗ്യ വിഭാഗവും അറിയിച്ചു. മനക്കൊടി, പുള്ള് പാതയോരത്ത് 5 ചാക്കുകളിലാക്കി വീട്ടുമാലിന്യം കൊണ്ടുതള്ളിയ സംഭവത്തിൽ ഉത്തരവാദിയായ ഒളരി സ്വദേശിനി അശ്വതിയെ കൊണ്ട് അരിമ്പൂർ പഞ്ചായത്ത് 10000 രൂപ പിഴയടപ്പിച്ചു. മാലിന്യം ഇവരെ കൊണ്ടുതന്നെ തിരികെ എടുപ്പിക്കുകയും ചെയ്തിരുന്നു. തൃശൂരിൽ നടന്ന ദിശ എക്സ്പോയുടെ മാലിന്യങ്ങൾ ഏറ്റെടുത്ത് കുന്നത്തങ്ങാടിക്ക് സമീപം സംസ്ഥാന പാതയോരത്ത് നിക്ഷേപിച്ച സ്വകാര്യ വ്യക്തിയിൽ നിന്നും 10000 രൂപ പിഴയടപ്പിച്ചിരുന്നു. എറവ, കൈപ്പള്ളി, അകമ്പാടം ചാലിൽ പച്ചക്കറി മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രദേശവാസിയിൽ നിന്ന് ഈടാക്കിയത് 5000 രൂപയാണ്. മാലിന്യങ്ങൾ അതാത് വ്യക്തികളെ കൊണ്ട് തന്നെ തിരികെ എടുപ്പിക്കുകയും ചെയ്തു.